രത്നധാരണത്തെക്കുറിച്ച് ഇപ്പോൾ പലർക്കും വേണ്ടത്ര അറിവില്ല. ആർക്കൊക്കെയാണ് രത്നങ്ങൾ ധരിക്കാവുന്നത്, ഏതൊക്കെ രത്നങ്ങൾ ധരിക്കാം, ഏതൊക്കെ ധരിക്കരുത് തുടങ്ങിയ നിരവധി സംശയങ്ങൾ നമുക്കിടയിലുണ്ട്. എന്നാൽ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഈ അജ്ഞത പലരും മുതലെടുക്കുന്നത് മൂലം ഇപ്പോൾ രത്നധാരണം അന്ധവിശ്വാസമാണെന്ന ധാരണയാണ് പലർക്കുമുള്ളത്. വില കൂടിയ രത്നം വെറുതെ ധരിക്കുന്നത് കൊണ്ട് എന്ത് നേട്ടമാണുണ്ടാകാനുള്ളത് എന്ന് പലരും ചിന്തിക്കുന്നു. എന്നാൽ രത്നം നാം ആഗ്രഹിക്കുമ്പോൾ വാങ്ങാൻ പറ്റുന്നവയല്ല. കാരണം അത് ലഭിക്കുന്നത് മുതൽ അണിയുന്നതിന് വരെ യോഗങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് പൂർവികർ പറഞ്ഞിരിക്കുന്നത്. ഓരോ രത്നങ്ങളും ഓരോ ഗ്രഹങ്ങളെയും രാശികളെയും പ്രതിനിധാനം ചെയ്യുന്നു. മാണിക്യം മേടൻ രാശിയെയും സൂര്യൻ എന്ന ഗ്രഹത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. മുത്ത് ഇടവൻ രാശിയെയും ചന്ദ്രൻ എന്ന ഗ്രഹത്തെയും, ചൊവ്വ മകരൻ രാശിയും പവിഴമാണ് രത്നം. ബുധൻ കന്നിരാശിയും മരതകമാണ് രത്നം. വ്യാഴം കർക്കടകൻ രാശി പുഷ്യരാഗമാണ് രത്നം. ശുക്രൻ മീനൻ രാശി വജ്രമാണ് രത്നം. ശനി തുലാം രാശി ഇന്ദ്രനീലമാണ് രത്നം. രാഹു വൃശ്ചികൻ രാശി ഗോമേതകമാണ് രത്നം. കേതു ഇടവം രാശി വൈഡൂര്യമാണ് രത്നം. എന്നാൽ ഇത് മാത്രം അടിസ്ഥാനമാക്കി രത്നധാരണം നടത്തരുത്. ജാതകന്റെ ഗ്രഹനില, നവാംശകം, ഉച്ചനീച രാശികൾ, മൗഢ്യം, ദൃഷ്ടിദോഷം, ഗുണം എന്നിവ ഗഗനമായി പഠിച്ച് ഏറ്റവും അനുകൂലവും ഉച്ചനുമായ ഗ്രഹമേതെന്ന് കണ്ടെത്തി വേണം രത്നമേതെന്ന് കണ്ടെത്താൻ. അനുകൂലകനായ ഗ്രഹത്തെ പ്രതിനിധാനം ചെയ്യുന്ന രത്നം ധരിക്കുന്നത് മൂലം ചാരഫലത്തിന്റെ സമയത്തും ദശാപഹാരത്തിന്റെ സമയത്തും ജാതകന്റെ ജീവിതം മെച്ചപ്പെടുകയും ക്രമേണ പച്ചപിടിക്കുകയും ചെയ്യും. നേരെ മറിച്ച് ജന്മനക്ഷത്ര കല്ലുകൾ ധരിക്കുക, ലഗ്നാധിപന്റെ കല്ലുകൾ ഉപയോഗിക്കുക, ജനന ദിവസവും മാസവും അടിസ്ഥാനമാക്കി രത്നക്കല്ലുകൾ ധരിക്കുക തുടങ്ങിയവയൊക്കെ പലപ്പോഴും വിപരീത ഫലങ്ങളെ നൽകൂ. ജാതക പരിശോധനയും രത്നനിർദ്ദേശവും കഴിഞ്ഞാൽ വിശ്വാസയോഗ്യമായ സ്ഥാപനത്തിൽ നിന്നും രത്നം തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. തിരഞ്ഞെടുത്ത രത്നം മോതിരമായോ മാലയുടെ ലോക്കറ്റായോ ശരീരത്തിൽ മുട്ടത്തക്ക വിധം ധരിക്കാവുന്നതാണ്. അതിനു മുമ്പായി ദേവാലയത്തിൽ പൂജ നടത്തേണ്ടതുണ്ട്.